Hi friends, so ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലൈറ്റ്നിങ് പീലാണ്. ലൈറ്റ്നിങ് ഓർ ബ്രൈറ്റ്നിങ്. അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് കാണാൻ പറ്റും കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കണ്ണിന് മുകളിലായിട്ട് നെറ്റിയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റഡ് പാച്ചസ്. ആ ആൾക്ക് നേരത്തെ ഉണ്ടായ ആക്നെ സ്കാർസിൻ്റെ ചെറിയ ചെറിയ പാടുകൾ നമുക്ക് കാണാം. ഇത് ഒരു സീക്വൻഷ്യൽ പീലാണ്. ലൈക്ക് രണ്ട് പീല് നമ്മൾ കമ്പൈൻ ചെയ്യുക. ഫസ്റ്റ് നോർമൽ ആൻഡ് ഫീനോൾ എന്ന് പറഞ്ഞൊരു പീല് ഒരു മീഡിയം ഡെപ്ത് വരെ പെനിട്രേറ്റ് ചെയ്തിട്ട് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ ഇസ് ലൈറ്റ്നിങ് പീല്. ഡോക്ടർ പറഞ്ഞ പോലെ പിഗ്മെൻറ്റേഷനെ എല്ലാം കൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്പോട്ടിൽ മാത്രം എവിടെയാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളത് ആ ഒരു പർട്ടിക്കുലർ സ്പോട്ടിലെ മാത്രമേ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് നമ്മളൊരു ഡെർമ അബറേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോഡെർമ അബറേഷന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് നോമൽ ആൻഡ് ഫിനോൾ പീല്. തേർഡ് സ്റ്റെപ്പ് ഇസ് നമ്മുടെ ലൈറ്റ്നിങ് പീലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പീല് ലീവ് ഓൺ പീലാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 6 to 8 hours കഴിഞ്ഞിട്ടേ നമ്മൾ വാഷ് ചെയ്യത്തുള്ളൂ. നോർമൽ ആൻഡ് ഫീനോള് ലീവ് ഓൺ പീലല്ല, നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈം വരെ ലൈക്ക് ഒരു 5 to 10 minutes വരെ നമ്മളത് വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയും. ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ലൈറ്റ്നിങ് പീല്. ലൈറ്റ്നിങ് പീൽ ആക്ച്വലി പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മെലാനിൻ പ്രൊഡക്ഷൻ ഓവർ പ്രൊഡക്ഷനെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കളയുന്നതാണ് ഈ ലൈറ്റ്നിങ് പീൽ. ലൈറ്റ്നിങ് പീലിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ ഈ വൈറ്റ്നിങ് പീൽ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനോ വൈറ്റമിൻ സി, നിയാസിനമൈഡ് ആൻഡ് റെറ്റിനോൾ, ഇതാണ് 3 കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഈ ഫൈനൽ ലീവ് ഓൺ പീലിൽ യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ ഒരു വേറൊരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ്, റിങ്കിൾ റിഡക്ഷൻ, അങ്ങനെയുള്ള ടെക്സ്ചറൽ ഇറഗുലാരിറ്റീസ് ഒരു പരിധി വരെയൊക്കെ ക്ലിയർ ചെയ്യുക. ഇതൊക്കെ ഈ ഒരു ഈവൻ ഫോർ ആക്നെ ആൻഡ് ആക്നെ സ്കാർസിനും കുറച്ച് കമ്പാരിറ്റീവ്ലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യാം. അത്യാവശ്യം ഏതൊരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് പോലും നമുക്ക് കംഫർട്ടബിളി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പീലാണ് ഈ പറഞ്ഞ യെല്ലോ പീല്. നമുക്ക് ഏതൊരു പർട്ടിക്കുലർ സ്കിൻ ടൈപ്പ് ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഒരുപാട് പ്രോബ്ലമാറ്റിക് സ്കിൻ ടൈപ്പ് അല്ല. ഇപ്പോൾ കറൻ്റ്ലി ഒരു ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറൻ്റ്ലി ഡെർമറ്റൈറ്റിസ് ആയിട്ടൊന്നുമില്ല, റെഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്കിന്നാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്നൊരു പ്രൊസീജിയറാണ് അല്ലെങ്കിൽ പീലാണ് ഈ പറഞ്ഞ ലൈറ്റ്നിങ് ഓർ ബ്രൈറ്റ്നിങ് പീല്. പിന്നെ നമ്മൾ ഈ പീല് കഴിഞ്ഞിട്ട് ഒരു 2-3 days കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് പീൽ ഓഫ് ചെയ്യാൻ തുടങ്ങും. ജസ്റ്റ് ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഫേസ് വാഷ് ഒരു ജെന്റിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് അസിഡിക് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് എക്സ്ഫോളിയേറ്റിംഗ് ക്ലെൻസേഴ്സോ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷോ ഫോർ ഈ ഒരു 1 week അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും.